നമസ്കാരം, തേട ന്യൂസിലേക്ക് സ്വാഗതം. മറ്റൊരാൾ ഭക്ഷണം ചവയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം നിങ്ങളെ അലോസരപ്പെടുത്താറുണ്ടോ? ഇത്തരം സാഹചര്യങ്ങളിൽ ദേഷ്യം അല്ലെങ്കിൽ അസ്വസ്ഥത നിയന്ത്രിക്കുവാൻ കഴിയാതെ വരികയും ഒന്നെങ്കിൽ പ്രതികരിക്കുകയോ എഴുന്നേറ്റ് മാറുകയോ ചെയ്യാറുണ്ടോ? മിക്കവരും ഇത് വെറും സ്വഭാവ ദൂഷ്യമായി കാണാറുണ്ട്. എന്നാൽ ഇത് മിസോഫോണിയ എന്ന ഗൗരവകരമായ ഒരു മാനസികാവസ്ഥയാണ്. ശബ്ദങ്ങളോടുള്ള അമിതമായ വിദ്വേഷം എന്നാണ് ഇതിന്റെ അർത്ഥം. ഇത് കേൾവിയുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല, മറിച്ച് തലച്ചോറ് ശബ്ദങ്ങളെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നതിലുള്ള വ്യത്യാസമാണ്. മിസോഫോണിയ ഉള്ളവർക്ക് ചില പ്രത്യേക ശബ്ദങ്ങൾ വലിയ മാനസിക സമ്മർദ്ദം സൃഷ്ടിക്കും. സാധാരണ ആളുകൾ ശ്രദ്ധിക്കാത്ത ശബ്ദങ്ങൾ പോലും ഇവർക്ക് അസ്വസ്ഥതയുണ്ടാക്കാം. ഭക്ഷണം കഴിക്കുന്ന ശബ്ദം, വെള്ളം കുടിക്കുന്ന ശബ്ദം, ടൈപ്പിംഗ് ശബ്ദം, ക്ലോക്കിന്റെ ടിക് ടിക് ശബ്ദം തുടങ്ങിയവ ഇതിൽപ്പെടുന്നു. ഈ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് ദേഷ്യം, അസഹിഷ്ണുത, അവിടെ നിന്ന് മാറിപ്പോകുവാനുള്ള തോന്നൽ, അല്ലെങ്കിൽ ആ ശബ്ദമുണ്ടാക്കുന്ന വ്യക്തിയോട് വിരക്തി എന്നിവ അനുഭവപ്പെടാം. ഈ അവസ്ഥയുടെ ലക്ഷണങ്ങൾ ഓരോരുത്തരിലും വ്യത്യസ്തമാണ്. ചിലർക്കിത് ചെറിയ അസ്വസ്ഥതയായി മാത്രമേ അനുഭവപ്പെടുകയുള്ളൂ, എന്നാൽ ചിലർക്കിത് ശാരീരികമായ പ്രതികരണങ്ങളിലേക്കും മാറാം. ഹൃദയമിടിപ്പ് വർദ്ധിക്കുക, വിയർക്കുക, പേശികൾ മുറുകുക എന്നീ അവസ്ഥകൾ പ്രകടമാകാം. സാധാരണയായി കൗമാരപ്രായത്തിൽ തന്നെ ഇതിന്റെ ലക്ഷണങ്ങൾ കാണാറുണ്ട്. ഇത് പെട്ടെന്ന് മാറുന്ന ഒന്നല്ല, മറിച്ച് മനസ്സിലാക്കിയും നിയന്ത്രിച്ചും കൊണ്ടുപോകാവുന്ന ഒരു അവസ്ഥയാണ്. പലപ്പോഴും ചുറ്റുമുള്ളവർക്ക് ഇതിനെക്കുറിച്ച് അറിയാത്തതിനാൽ അവരെ കൂടുതൽ ഒറ്റപ്പെടുത്തുവാൻ കാരണമാകുന്നു. മിസോഫോണിയയുടെ കൃത്യമായ കാരണം ഇപ്പോഴും പഠനത്തിലാണെങ്കിലും തലച്ചോറിലെ വികാരങ്ങളും പ്രതികരണങ്ങളും നിയന്ത്രിക്കുന്ന ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന അമിത പ്രവർത്തനമാണ് ഇതിന് പിന്നിലെന്ന് കരുതപ്പെടുന്നു. ഒരു ശബ്ദം കേൾക്കുമ്പോൾ അത് ഭീഷണിയായി തലച്ചോറ് തെറ്റിദ്ധരിക്കുകയും ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് പ്രതികരണം ആരംഭിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യവും ഭയവും ഉണ്ടാകുന്നത്. ചിലപ്പോൾ ശബ്ദം മാത്രമല്ല, ഒരാളുടെ ചലനങ്ങളും അസ്വസ്ഥതയ്ക്ക് കാരണമാകാം. ഇതിന് പ്രത്യേകമായ മരുന്നുകളൊന്നും തന്നെ നിലവിലില്ല. എന്നാൽ ജീവിതശൈലി മാറ്റങ്ങൾ വഴി ഇത് ഒരു പരിധിവരെ നിയന്ത്രിക്കുവാൻ കഴിയും. ഹെഡ്ഫോൺ, ഇയർ പ്ലഗ് എന്നിവ ഉപയോഗിക്കുന്നത് ശബ്ദം കുറയ്ക്കുവാൻ സഹായിക്കും. വൈറ്റ് നോയ്സ് ഉപകരണങ്ങൾ അസ്വസ്ഥതയുണ്ടാക്കുന്ന ശബ്ദങ്ങളെ മറികടക്കുവാൻ ഉപയോഗിക്കാം. കൂടാതെ കൗൺസിലിംഗ്, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്നിവ ശബ്ദങ്ങളോടുള്ള പ്രതികരണം നിയന്ത്രിക്കുവാൻ സഹായിക്കുന്നു. യോഗയും ധ്യാനവും മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാൻ ഫലപ്രദമാണ്. സമൂഹത്തിൽ മിസോഫോണിയെക്കുറിച്ച് അവബോധം ഉണ്ടാക്കുക വളരെ അത്യാവശ്യമാണ്. ഇത് വെറും വാശിയോ സ്വഭാവ പ്രശ്നമോ അല്ലെന്ന് ആദ്യമേ തിരിച്ചറിയണം. ഈ അവസ്ഥ അനുഭവിക്കുന്നവർക്ക് പിന്തുണ നൽകുകയും അവരെ മനസ്സിലാക്കുകയും ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. ചെറിയ മനസ്സിലാക്കലും കരുതലും അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിയും.